നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ബീഫ് കഴിക്കുന്ന പെൺകുട്ടികളെ മാത്രമേ കാണാനുള്ളൂ. കേരള സ്റ്റോറി ദ ബിയോണ്ട് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ആ സിനിമയ്ക്കെതിരെ, ആ സിനിമയിലെ ബീഫ് കഴിപ്പിക്കുന്ന രംഗത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു കേൾക്കുന്നത്. അതിനെതിരെ ഇങ്ങനെ ബീഫ് കഴിക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച്, വീഡിയോകളൊക്കെ പങ്കുവെച്ച്, നിങ്ങൾ കാണിച്ചതല്ല റിയൽ കേരളം, ഇതാണ് റിയൽ കേരളം എന്ന് നമ്മുടെ കേരളത്തിലെ മലയാളികൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേക്ക് സ്റ്റോറിയൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഘപരിവാറുകാരനായിട്ടുള്ള കാമാഖ്യ നാരായണൻ സിംഗ് എന്ന് പറയുന്ന ഒരു മൂപ്പര് ശ്രമം നടത്തുകയാണ്. ഓനല്ല ഓന്റെ ബാപ്പ വിചാരിച്ചാലും നമ്മുടെ ഈ മണ്ണിൽ അത് നടക്കില്ലല്ലോ. കാരണം കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അതുകൊണ്ട് ഇവിടെ അതിനുള്ളൊരു സാധ്യതയും കാണുന്നില്ല. ഇത് ഗുജറാത്ത് ഒന്നും അല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ ട്രെയിലറിൽ. അതായത് നമ്മളെപ്പോലും അതിശയിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെപ്പോലും ചിരിപ്പിച്ചു കളഞ്ഞ പല രംഗങ്ങളൊക്കെയാണ് ഉടനീളം കാണാൻ കഴിഞ്ഞത്, അല്ലെ? അതായത് കേരളത്തിലെ ഹിന്ദു പെൺകുട്ടികൾ ആരും തന്നെ ബീഫ് കഴിക്കാറില്ല എന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ആ ട്രെയിലറിൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഒരു മുസ്ലിം സ്ത്രീ ഈ ബീഫ് കഴിപ്പിക്കുകയാണ്. അവൾ അത് കഴിക്കാനേ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തെ അവസ്ഥ എന്ന രീതിയിലൊരു ഒരു തെറ്റായ കേരളത്തെ പറ്റിയുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് അവർ ആ സിനിമയിൽ അങ്ങനെ ഒരു രംഗമൊക്കെ കാണിച്ചത്. അപ്പൊ ഇത് കണ്ട ശേഷം മലയാളി പെൺകുട്ടികളായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികളൊക്കെ പറഞ്ഞത്, അതായത് അയ്യോ ബീഫ് ഇങ്ങനെ തള്ളി വെച്ച് തരേണ്ട ഒരു കാര്യമില്ല, അത് ബീഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, വാരി കൂട്ടി ഞങ്ങൾ ആ ചെമ്പ് വടിച്ച് നക്കും എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല ഈ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചും, നിങ്ങൾ കേരളത്തിലേക്ക് വാ, കേരളം എന്താണെന്ന് ഞങ്ങൾ ശരിക്കും കാണിച്ചു തരാം, നിങ്ങൾ കാണിച്ച കേരളം ഏത് യൂണിവേഴ്സിലുള്ളതാണ് എന്ന രീതിയിലുള്ള പല വിമർശനങ്ങളൊക്കെ ഉയർന്ന് നമ്മൾ കേട്ടു. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ കേരളത്തിന്റെ ഭാഗത്തു നിന്നും മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സിനിമ സംവിധാനം ചെയ്ത കാമാഖ്യ നാരായൺ സിംഗിന്റെ ഒക്കെ ഫേസ്ബുക്ക് പേജിൽ മലയാളികൾ പൊങ്കാലയിട്ട് മൂപ്പരേക്ക് ഓടിക്കുകയാണ്. ഇയാളൊക്കെ കേരളം കണ്ടിട്ടുള്ള ദൈവത്തിനറിയാം, എന്തോ ആകട്ടെ. ഇതിനു മുമ്പ് സുദീപ് തോസൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരൻ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ സിനിമയുടെ ആദ്യ ഭാഗമായിട്ട് ഇവിടെ എത്തിയതും ശേഷം ആ സിനിമ തിയേറ്ററിൽ തേഞ്ഞൊട്ടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഒരു പട്ടിക്കുഞ്ഞു പോലും ആ സിനിമ കാണാൻ പോയില്ല എന്നുള്ളതാണ്. ചില BJP-കാരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി വലിയ പ്രൊമോഷനൊക്കെ നടത്തി നോക്കി, പക്ഷെ നടന്നില്ല. കേരളത്തിൽ അമ്പയെ പരാജയമായി മാറിയ ഒരു സിനിമയായിരുന്നു. ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ്. ഈ സിനിമ കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, കേരളം എന്ന് പറയുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്തെ കരിവാരിത്തേക്കുക, ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു മണ്ണിൽ വർഗീയ വിഷം വാരി വിതറുക എന്നുള്ളതാണ്. പുള്ളിയല്ല പുള്ളിയുടെ ബാപ്പ വിചാരിച്ചാലും, പുള്ളിയല്ല പുള്ളിയുടെ തന്ത വിചാരിച്ചാലും അത് നമ്മുടെ ഈ നാട്ടിൽ നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത് കേരളമാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, കേരളത്തെ പറ്റി ഇനിയും പഠിക്കാനുണ്ട്. നമ്മുടെ ഈ സംഘപരിവാറുകാരും ഈ പറയുന്ന ഇത്തരം സിനിമകളൊക്കെ എടുക്കുന്ന പല സംഘപരിവാർ പ്രൊപ്പഗാൻഡ നടപ്പിലാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പല ആളുകളും. എന്തായാലും ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ജോൺ ബ്രിട്ടാസ് MP നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം കാണാനിടയായി. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. ഹായ്, നമസ്കാരം. ഡൽഹിയിൽ നിന്നൊക്കെ മുതിർന്ന മാധ്യമപ്രവർത്തകർ വിളിച്ചു വരികയാണ്, കേരള സ്റ്റോറി 2 കുറിച്ച് എന്താ അഭിപ്രായം, അത് നിരോധിക്കുമോ? എനിക്ക് സത്യം പറഞ്ഞ തമാശ തോന്നുന്നു. ഇതുപോലുള്ളൊരു ആഭാസം ഒരു സിനിമയാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഈ BJP-കാർക്ക് കഴിയുന്നുണ്ടല്ലോ. കേരള സ്റ്റോറി 1 വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സെപ്റ്റിക് ടാങ്കിലിട്ടുന്ന പടമാണ്. കേരളത്തിലെ തിയേറ്ററിലൊക്കെ അത് കളിച്ചു, ഒരു പൂച്ചക്കുഞ്ഞ് പോലും ആ വഴിക്ക് പോയില്ല. കുറച്ച് BJP-കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പ്രധാനമന്ത്രി അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നു. കേരള സ്റ്റോറി 1 കാണണം, ഇത് മിത്രവും കേരള സ്റ്റോറി 1 കാണണം അദ്ദേഹം പറഞ്ഞു. ഇനി കേരള സ്റ്റോറി 2-ന്റെയും അംബാസഡറായിട്ട് അദ്ദേഹം വരട്ടെ. ഒരു മതവിഭാഗത്തെ അപമാനിക്കാൻ, ഒരു സംസ്ഥാനത്തെ അവഹേളിക്കാൻ വേണ്ടി ഇതുപോലെ കളവുമായിട്ട് ഈ പ്രചരണ സിനിമ മുമ്പോട്ട് കൊണ്ടുവന്നാൽ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, വലിയൊരു കോമഡിക്കുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സിനിമയ്ക്കെതിരെ വരുന്ന ഉള്ളടക്കമെങ്ങാൻ ഈ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറും മനസ്സിരുത്തി കണ്ടാൽ, എൻ്റെ പൊന്നെ, അവർ ഗംഗയിൽ ചാടിയിട്ട് മുങ്ങിച്ചാകും. അല്പ ഉളുപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കില്ല. എന്താണ് ട്രെയിലിൽ പറയുന്നത്? ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് അടിച്ചു കയറ്റുന്നു. വല്ല മലയാളി പെൺകുട്ടിയാണ് ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തതെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ആ ടേക്ക് കഴിയുമ്പോഴേക്കിനും ആ മലയാളി പെൺകുട്ടി പറയും, സംവിധായകനോട് പറയും, ആ ബീഫ് കളയരുത് കേട്ടാ,
അതിനോടൊരു പൊറോട്ടയും കൊണ്ട് കൂടി കുട്ടി എനിക്ക് തന്നേക്കുന്നത്. അങ്ങനെയുള്ള കൗണ്ടറുകൾ കാണുന്നുണ്ട്. ഉടനെ ഇതിന്റെ വിസ്തീകരണം ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ഇതുപോലുള്ള സംഭവം നടന്നിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനാണോ ഇത് കേരളത്തിന്റെ പേരിടുന്നത്? എന്തിനാ കേരളത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്? ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സാമൂഹ്യ മൂലധനമുണ്ട്. ആ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോൾ ചേർന്ന് ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ്, മതസൗഹാർദ്ദമുള്ളത് കൊണ്ടാണ്. ഞാൻ ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ പോയിരുന്നു. ഒരു പാവപ്പെട്ട മുസ്ലിം കച്ചവടക്കാരനെ ബജ്രാന്തുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ രക്ഷയ്ക്ക് വന്നത് ഒരു ഹിന്ദു യുവാവാണ്, ദീപക് കുമാർ. അദ്ദേഹം മുഹമ്മദ് ദീപക് എന്ന് പേരിട്ടു. നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ദീപക് കുമാറിനെ വെച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചൊരു സിനിമ എടുക്കുക. അല്പമെങ്കിലും ആത്മാർത്ഥത നിങ്ങൾ ചെയ്യുന്നതിനോടുണ്ടെങ്കിൽ എനിക്ക് ഈ സംവിധായകനോട് പറയാനുള്ളത്, ഉത്തർപ്രദേശിലെ ഉന്നാവയിൽ ഒരു BJP MLA ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. എടുക്കടോ സിനിമ പോയിട്ട് അവിടെ പോയിട്ട് അതിന് പകരം ഞങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന എന്തിനാണ്? ഇത് നിങ്ങൾ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നു? ഒന്നാമത്തെ കാര്യം, BJPയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കിട്ടിയാൽ കണ്ണ് തെറ്റിയാൽ ബീഫും പൊറോട്ടയും കഴിക്കുന്ന ആൾക്കാരാണ്. പുറത്തേക്ക് പറയുമെന്ന് എനിക്കറിയില്ല, പുറത്തേക്ക് വേറെ വല്ല പേരിലായിരിക്കും അതറിയപ്പെടുക. അതുകൊണ്ട് മലയാളിയെ കബളിപ്പിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ഇമാതിരി നമ്പറുമായിട്ടൊക്കെ വന്നാൽ അതൊന്നും ചിലവാവില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഏറെ രസകരമായി എനിക്ക് തോന്നിയതാണ്. ഒരു സിനിമയുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട്, പേരുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. ഗൂസ്കർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവായിട്ടുള്ള പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയെ ബന്ധപ്പെട്ടതാണ്. ഉടനെ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? വൈ ഷുഡ് യു ഡെനിഗ്രേറ്റ് എ സെക്ഷൻ ഓഫ് സൊസൈറ്റി? ഒരു വിഭാഗത്തെ എന്തിനാണ് ഇങ്ങനെ അവഹേളിക്കുന്നത്? ഇത് മൊറാലിറ്റിക്കും പബ്ലിക് ഓർഡറിനും എതിരാണ്. നിങ്ങൾ ഈ സിനിമയുടെ തലക്കെട്ട് മാറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ സിനിമ കാണിക്കാൻ അനുവദിക്കില്ല എന്ന്. എന്റെ സുപ്രീം കോടതി കേരളത്തെ ഇങ്ങനെ മൊത്തത്തിൽ അപമാനിക്കാൻ വേണ്ടി ഇമാതിരി സിനിമയുമായിട്ട് വരുമ്പോൾ അതിന് തപ്പുപാടുന്ന സെൻസർ ബോർഡിനെയും കേന്ദ്ര ഭരണകക്ഷിയൊന്നും നിങ്ങൾ കാണുന്നില്ലേ? പേടിക്കണ്ട, ഞങ്ങൾ ഇത് നിരോധിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി നിരോധിക്കണ്ട. ഇത് കാണട്ടെ എന്ന് ജനങ്ങൾ. ഇവർ കുറേയും കൂടി അവഹേളിതരാകട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ സംഘപരിവാറുകാർ ഒഴിച്ച്, BJPക്കാർ ഒഴിച്ച്, ചില കോൺഗ്രസ്സുകാരും ഒഴിച്ചൊക്കെ പലരും ശക്തമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്തായാലും മുഖ്യമന്ത്രി അതിശക്തമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സിനിമയുടെ ട്രെയിലറിനെതിരെ, അതിലെ രംഗത്തിനെതിരെയൊക്കെ രംഗത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു. ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം, അദ്ദേഹം ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാത്രമാണ് ആ സിനിമയ്ക്കെതിരെ അദ്ദേഹം രണ്ടക്ഷരം, അതും ആരെയും മുറിവേൽപ്പിക്കാത്ത രീതിയിൽ രണ്ടക്ഷരം അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ സംഘപരിവാറിനെയും BJPയും ഒക്കെ ഒരിക്കലും നമ്മുടെ സതീശൻ പിണക്കാറില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാം, സതീശൻ അങ്ങനെ കാണാം. പക്ഷേ കേരളത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന സിനിമകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആര് പ്രതികരിക്കുന്നതിനേക്കാളും മുമ്പും, അല്ലെങ്കിൽ ആര് ഇടപെടുന്നതിനേക്കാളും മുമ്പും എല്ലാ വിഷയങ്ങളിലും പ്രതികരിച്ചും ഇടപെട്ടും കേരളത്തിനൊപ്പം നിലനിൽക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടല്ലോ. അത് നമ്മുടെ ഒരു ആശ്വാസമാണ്, ഒരു കരുതലാണ്, ഒരു നമ്മുടെയൊക്കെ വലിയൊരു ആത്മവിശ്വാസമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും കേരള സ്റ്റോറി, ബിയോണ്ട് ദ കേരള സ്റ്റോറിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ഇവിടെ പല ആളുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകാനാണ് സാധ്യതയുള്ള. ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു ഫ്ലോപ്പ് മൂവിയുടെ ലിസ്റ്റിൽ നമുക്ക് ഈ സിനിമയെ കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു തവണ വന്ന് പൊട്ടിയ ബോംബാണ്, രണ്ടാം തവണ വീണ്ടും അത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. എന്തായാലും അതും 8 നിലയിൽ പൊട്ടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി എന്തായാലും സിനിമ തിയേറ്ററിൽ എത്തിയ ശേഷം നമുക്ക് പൊട്ടിച്ചിരിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.